ഇസ്രയേലി പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോയി കാണുകയും ഇറാനെ നമുക്ക് ഇനിയും ആക്രമിക്കേണ്ടതുണ്ടെന്നും അവർ വാഷിംഗ്ടണിനെ പോലും ആക്രമിക്കുവാൻ ശേഷിയുള്ള മിസൈൽ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിനെ പറഞ്ഞ് പ്രകോപിതനാക്കി. അങ്ങനെ അവരുടെ മിസൈൽ സംവിധാനവും ആണവ സംവിധാനവും ഒക്കെ തകർക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുത്തി ആക്രമണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരുന്നു പൊടുന്നനെ ഡിസംബർ 28 ഇറാനിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇസ്രയേലികൾ മിണ്ടാതെ നിന്നു എന്നുള്ളതാണ്. അതായത് ഇറാനിൽ ഒരു ആക്രമണം നടത്താതെ തന്നെ ഇറാനിലെ ജനങ്ങളെ കൊണ്ട് അവിടെ നടക്കുന്ന പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് കഴിയാവുന്ന സഹായങ്ങൾ മൗനമായി നിന്നുകൊണ്ട് സഹായം കൊടുത്തുകൊണ്ട് അവിടെയുള്ള ഭരണകൂടത്തെ അലി ഖാംനെയി ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്ന വ്യാമോഹമായിരുന്നു ഈ പ്രക്ഷോഭം കണ്ടതിന് ശേഷം ഇസ്രയേൽ കരുതിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇസ്രയേലിൻ്റെ എല്ലാ കരുതലുകളെയും എല്ലാ വ്യാമോഹങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇറാൻ പ്രക്ഷോഭത്തെ ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇസ്രയേൽ പോലും പ്രതീക്ഷിക്കാതെ ട്രംപ് ഇറാനുമായ ഒരു ഭീഷണിയിലേക്ക് പോവുകയും ഇറാൻ തിരിച്ചും ഭീഷണി മുഴക്കുകയും വാഗ്വാദങ്ങൾ നടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കുമെന്നും പ്രക്ഷോഭകരെ സഹായിക്കുമെന്നും ഒക്കെ തവണകളായി ട്രംപ് ആവർത്തിക്കുമ്പോഴും ബെന്യാമിൻ നെതന്യാഹുവും ഇസ്രയേൽ ഭരണകൂടവും മൗനം അവലംബിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായി കാണാമായിരുന്നു എന്നുള്ളതാണ്. മൗനം അവലംബിച്ചത് അഥവാ ട്രംപുമായി അമേരിക്കയുമായി ഇറാൻ ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇസ്രയേലിനെ ബാധിക്കാതിരിക്കുവാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൗനമെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇസ്രയേലും കൂടി ആക്രമണത്തിലേക്ക് പങ്കുചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ആ തിരിച്ചാക്രമണം, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചുള്ള ആക്രമണം അത് ഇസ്രയേലിലേക്കും കൂടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഫ്ലോറിഡയിൽ പോയി ട്രംപിനെ കണ്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത ലോകത്ത് പരന്നപ്പോൾ തന്നെ ഇസ്രയേലിലെ ചില വിദഗ്ധർ ഇറാനെ അടിക്കാൻ ആയിട്ടില്ലെന്നും ഇറാനെ ഇനി അടിക്കുകയാണെങ്കിൽ ഇനി ഇറാനുമായ ഒരു സംഘട്ടനത്തിലേക്ക് യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഇസ്രയേൽ ഒരുങ്ങിയതിന് ശേഷമായിരിക്കണമെന്ന് ഇസ്രയേലിലെ തന്നെ ചില യുദ്ധ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇറാനുമായി 12 ദിവസം നടന്ന യുദ്ധത്തിന്റെ അടയാളങ്ങൾ ഇന്നും ഇസ്രയേലിൽ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഇനിയും ഒരു ഇറാനുമായ ഒരു സംഘട്ടനത്തിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് മാത്രമേ പോവാകൂ എന്ന് ഇസ്രയേലിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുവാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല കാരണങ്ങൾ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഇസ്രയേലുമായി ചേർന്നോ അല്ലാതെയോ ഇറാനിൽ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെയുള്ള പ്രക്ഷോഭം നടത്തുന്ന ജനങ്ങൾ പാനിക്കാവുകയും അവർ വീടുകളിലേക്ക് പോവുകയും തെരുവുകളിൽ നിന്ന് മാറുകയും മാത്രവുമല്ല അവിടുത്തെ ഭരണകൂടം അലി ഖാംനെ ഈ ഭരണകൂടത്തിന് എതിരെ പ്രക്ഷോഭം ചെയ്യുന്ന ആളുകൾ നേരെ തിരിഞ്ഞ് സയണിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും ട്രംപിനെതിരെയും ഭീഷണി മുഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് കൊണ്ടും അത് പ്രക്ഷോഭത്തെ വളരെ നിസ്സാരമായി അടിച്ചമർത്തി കളയുമെന്നും ഇല്ലാതാക്കി കളയുമെന്നും ഇസ്രയേൽ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്ന പ്രക്ഷോഭത്തിന്റെ വളരെ മൂർധാവിലെത്തിയ സമയത്തും ബെന്യാമിൻ നെതന്യാഹു നിരവധി തവണ ട്രംപിനെ ഫോൺ കോളിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോൾ ആക്രമിക്കരുത് എന്ന് ട്രംപിനോട് ആജ്ഞാപിക്കാനും കൂടി വേണ്ടിയായിരുന്നു അത് വളരെ കൃത്യമാണ് ബെന്യാമിൻ നെതന്യാഹു പറയുന്നത്. തീർച്ചയായും അത് പ്രക്ഷോഭം ഇല്ലാതാക്കി കളയുമെന്നും നമ്മളുടെ ആക്രമണം ഇല്ലാതെ തന്നെ പ്രക്ഷോഭം കൊണ്ട് ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്രീ ആയി തുളുവിൽ ഒരു ഭരണമാറ്റം അടിച്ചെടുക്കാമല്ലോ എന്നൊരു വ്യാമോഹവും ബെന്യാമിൻ നെതന്യാഹുവിനും ഇസ്രയേലി ഭരണകൂടങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും നടന്നില്ല. ട്രംപ് ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത ലോകമെമ്പാടും പടരുകയും മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളൊക്കെയും ഒരു യുദ്ധം വരികയാണോ എന്ന പേടിയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ തന്നെയും
പൊടുന്നനെ ഇറാനിൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് ഇറാൻ ഭരണകൂടം പിന്മാറിയിരിക്കുന്നു എന്ന് എനിക്ക് ഔദ്യോഗികമായി വാർത്ത ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസിൽ ഇറാനെ ഇനി ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ട്രംപ് പിന്മാറുകയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും മേഖലയിലെ ഒരു അസ്ഥിരതക്ക്, ഒരു അസമാധാനത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് അറിയിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായാണെന്നാണ് അന്തർദേശീയ വിദഗ്ധരൊക്കെയും വിലയിരുത്തുന്നത്. എങ്കിലും ചൈനയുടെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് US യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലേക്ക് മാറി സഞ്ചരിക്കുന്നു എന്നാണ് ഇപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യൻ കടലുകളിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യുദ്ധഭീതി ഒഴിയാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റ് വിടുന്നിടത്തോളം യുദ്ധം ഇന്നോ നാളെയോ ഉണ്ടാവുമെന്ന ഭയത്തിൽ തന്നെയാണ് ലോകമുള്ളത് എന്നു തന്നെ വേണം പറയാൻ. യഥാർത്ഥത്തിൽ ഇറാനെ എന്തിനാണ് ഇത്തരത്തിൽ ആക്രമിക്കണം, ഇല്ലാതാക്കണമെന്ന് ഇസ്രയേൽ കരുതുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏത് രീതിയിലും ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു രാജ്യവും കൂടിയാണ് ആയത്തുള്ള അലി ഖാംനെയി ഭരിക്കുന്ന ഇറാൻ ഭരണകൂടം എന്ന് പറയുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഈ അടുത്ത കാലത്തൊന്നും ഒരു ഭയരഹിത ജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇസ്രയേൽ കരുതുന്നത് ജൂണിൽ നടത്തിയ 12 ദിവസത്തെ ആക്രമണത്തിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും രക്ഷപ്പെടുകയും അതിനുശേഷം അവർ മിസൈൽ സംവിധാനവും ആണവ സംവിധാനങ്ങളും ഒക്കെയും പുനഃസ്ഥാപിക്കുകയും വീണ്ടും മിസൈൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളൊന്നും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയോ അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണത്തെയോ അതുപോലെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെയോ ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങൾ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ഇറാൻ ഇനിയും മിസൈൽ നിർമ്മാണം തുടരുകയും മിസൈൽ ശേഖരം, വലിയ ആയുധ ശേഖരം ഇറാന്റെ കയ്യിൽ വരികയും ചെയ്യുന്നതിൽ നിന്ന് ഇറാനെ ഏത് രീതിയിലും അമേരിക്കയുമായി ചേർന്ന് ഇല്ലാതാക്കണമെന്നും അത് ഇറാന്റെ ആയുധ ശേഖരം എത്തരത്തിലെങ്കിലും കുറക്കണമെന്നും പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. കാരണം ഇസ്രയേലിന് എപ്പോഴും ഇറാനെ ഭയമാണ് എന്നുള്ളതാണ്. മറ്റൊരു കാരണവുമില്ല. 2 കാര്യങ്ങൾക്കാണ് ഇസ്രയേൽ സമ്മതിക്കാത്തത്. ഒന്ന്, ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ വർദ്ധിക്കുന്നത്, അതുപോലെ തന്നെ ഇറാൻ അമേരിക്കയുമായി ഒരു ആണവ കരാറിൽ എത്തുന്നത്. കഴിഞ്ഞ 12 ദിവസത്തെ ജൂണിൽ നടന്ന യുദ്ധത്തിന് പോലും കാരണം അതായിരുന്നു. ദിവസങ്ങൾക്കകം അമേരിക്കയുമായി ചേർന്ന് ചർച്ച നടത്തുകയും ഒരു ആണവ കരാറിലേക്ക് ട്രംപ് ഭരണകൂടവും അലി ഖാംനെയി ഭരണകൂടവും പോകുമെന്ന് കണ്ട ഇസ്രയേൽ പൊടുന്നനെ പോയി ഇറാനിൽ ആക്രമണം നടത്തുകയും അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയുമായിരുന്നു. അതാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി തുറന്നടിച്ചത്. ഇസ്രയേൽ എപ്പോഴും അകാരണമായി അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നുള്ളത്. അത് US ആണ് അത് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും യുദ്ധത്തിന്റെ വഴിയല്ല, അമേരിക്കയുമായി ഒരു ഡിപ്ലോമസിയുടെ വഴിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാമെന്നും, എന്നാൽ ഞങ്ങളുമായി യുദ്ധത്തിൽ തന്നെ വരികയാണെങ്കിൽ തീർച്ചയായും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇതിനൊക്കെ ഇടക്ക് നമുക്കറിയാം, ഈ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ ലോകത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അലി ഖാംനെയി റഷ്യയിലേക്ക് നാടുവിട്ടു എന്ന്. നമ്മുടെ നാട്ടിലെ മലയാളം ചാനലുകളായ മുഖ്യധാര ചാനലുകളൊക്കെയും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്നെപ്പോലെയുള്ള ആളുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇത് കാണാത്തത് കൊണ്ടല്ല, പക്ഷെ ഇത്തരത്തിലൊരു അഭിപ്രായം, ഒരു വാർത്ത ട്രെൻഡിങ് ഒപ്പീനിയൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം തീർച്ചയായും അത് കളവായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് ഓടി ഒളിക്കുന്ന ഒരു നേതാവല്ല അലി ഖാംനെയി എന്ന് പറയുന്നതെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഇന്നലെ അത്തരം പാശ്ചാത്യ മാധ്യമങ്ങളെയും മലയാളം ചാനലുകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അലി ഖാംനെയി പരസ്യമായി രംഗപ്രവേശനം നടത്തിക്കൊണ്ട് ജനങ്ങളോട് സംവദിക്കുന്ന വീഡിയോ ആണ് അന്തർദേശീയ മാധ്യമങ്ങളും അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം വളരെ ശക്തമായി അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. ട്രംപിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ചു. US ഭരണകൂടമാണ്
ഇറാനിൽ ഇത്തരത്തിലൊരു ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് തീവ്രവാദികളെ കൊണ്ട് ഒരു പ്രതിഷേധം നടത്തിച്ചതെന്നും ഇറാനിൽ നിരവധി ആളുകളുടെ മരണത്തിനത് കാരണമാക്കിയെന്നും എല്ലാറ്റിനും ഉത്തരവാദി അമേരിക്കയാണെന്നും ട്രംപാണെന്നും അദ്ദേഹം തുറന്നടിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലൊരു യുദ്ധം ചെയ്യാതെ തന്നെ ചിലവില്ലാതെ ഇറാനിലെ ഭരണം അട്ടിമറിക്കാമെന്ന് വ്യാമോഹിച്ച ബെന്യാമിൻ നെതന്യാഹുവിനും ഇസ്രയേലി ഭരണകൂടത്തിനും തികഞ്ഞ തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ വർത്തമാനം നമ്മൾക്ക് തീർച്ചയായും പറയാൻ കഴിയും, ഇറാനിൽ യുദ്ധവുമില്ല, ഇറാനിൽ പ്രക്ഷോഭവുമില്ല. ഇറാൻ പ്രക്ഷോഭത്തെ ഒതുക്കിയിരിക്കുന്നു, യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരിക്കുന്നു. ബെന്യാമിൻ നെതന്യാഹു എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.